ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരിക ഒരു പുഴയാണ്, ചാലക്കുടി പുഴ. ആതിരപ്പള്ളി പദ്ധതി വന്നു കഴിഞ്ഞാൽ ഈ പുഴ മരിച്ചു പോകുമെന്നാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പേടി. തങ്ങൾ നടത്തുന്ന പഠന പ്രവർത്തനങ്ങളോടൊപ്പം ഈ പുഴയെക്കുറിച്ചും എന്തെങ്കിലും പറയാനുണ്ടാവും ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ചാലക്കുടിയിലെ കുട്ടികൾക്കും അധ്യാപകർക്കും. നമുക്ക് സ്വാഗതം ചെയ്യാം തൃശൂർ ജില്ലയിലെ ചാലക്കുടി ഗവൺമെന്റ് സ്കൂളിലെ വേദിയിലേക്ക്. ചാലക്കുടിയിൽ ഞങ്ങൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളിലേക്ക്. ഓരോ വിദ്യാലയവും ഒരു വലിയ ചരിത്ര ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഉത്തമരായ വിദ്യാർത്ഥികളെ വാർത്തെടുത്ത് അവ മഹത്തായ സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ഇതൊരു പെൺപള്ളിക്കൂടമാണ്, ചാലക്കുടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒന്നാണിത്. ഒരു നൂറ്റാണ്ടായി ഈ സ്കൂൾ ഈ ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സമാധാനം നിറഞ്ഞ ഒരു പഠനാന്തരീക്ഷത്തിലാണ് ഈ സ്കൂൾ നിലനിൽക്കുന്നത്. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 261 വിദ്യാർത്ഥികളും 13 അധ്യാപകരുമാണുള്ളത്. ആയുർവേദാചാര്യനായ രാഘവൻ തിരുമുൽപ്പാട്, ചലച്ചിത്രതാരം കലാഭവൻ മണി തുടങ്ങിയവർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മാതൃകാ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായി ശ്രീ ടി വി ജോസഫിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളിൽ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ ഏറെ ഊന്നൽ കൊടുത്ത ഒന്നായിരുന്നു വിദ്യാലയം സമൂഹത്തിൻ്റെ സ്വത്ത്, സമൂഹ പങ്കാളിത്തം. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി പാനലുമായിട്ടുള്ള ആശയവിനിമയമാണ്. ആദ്യമായി RVG സർ, നിങ്ങളുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ കലാഭവൻ മണി, ശ്രീ രാഘവൻ തിരുമുൽപ്പാട് എന്നൊക്കെ പറഞ്ഞു. ഈ ഗേൾസ് ഹൈസ്കൂളും ഇതുമായിട്ട് എങ്ങനെയാണ് യോജിക്കുന്നത് എന്നൊരു സംശയം. ഹെഡ് മിസ്ട്രസ് അതൊന്ന് തിരുത്തിത്തരാമോ? ഈ വിദ്യാലയം 1904 ആദ്യം ആരംഭിച്ചത്. ചാലക്കുടി പള്ളിയുടെ കീഴിലുള്ള കുടിപ്പള്ളിക്കൂടമായിരുന്നു. പിന്നീട് ആ വിദ്യാലയം പള്ളി അങ്കണത്തിലേക്ക് മാറ്റുകയും കുറച്ച് നാൾ 1946 വരെ LP സ്കൂളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. 46 യു പി സ്കൂളായി അതിനെ ഉയർത്തുകയും ചെയ്തു. വീണ്ടും 1966 ആ വിദ്യാലയം മിക്സഡ് ആയിരുന്നു, അത് ഹൈസ്കൂളായിട്ട് ഉയർത്തുകയും ചെയ്തു. പിന്നീട് 1985 അതിനെ വൈബ്രഗേറ്റ് ചെയ്ത് ആൺകുട്ടികളെ ബോയ്സ് ഹൈസ്കൂളിലേക്കും പെൺകുട്ടികളെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഹൈസ്കൂളാക്കി മാറ്റിയത്. അങ്ങനെ സ്കൂൾ ബൈഫക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ മറ്റേ സ്കൂളുകാരും പറയും അവരുടെ ഓൾഡ് സ്റ്റുഡൻ്റ് ആണ് കലാഭവൻ മണി എന്നല്ലേ, രണ്ടുപേരും പറയും. കൊള്ളാം, കുഴപ്പമില്ല. നമ്മളിപ്പോൾ മോഹൻജദാരോ ഒക്കെ നമ്മുടെ പൈതൃകമാണെന്നല്ലേ പറയുന്നത്, അതുപോലെ കൊള്ളാം, കുഴപ്പമില്ല. നേരത്തെ വീഡിയോയിലും പറയണ്ട, എഡിറ്റോറിയൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഘടന ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കും. എഡിറ്റോറിയൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആകർഷകമായ ശീർഷകം തന്നെയാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് ആ വിഷയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ 3-4 ഖണ്ഡികളായിട്ടാണ് ഇത് തിരിക്കേണ്ടത്. ആദ്യത്തെ ഖണ്ഡികയിൽ നമ്മൾ ആ വിഷയത്തെ പ്രതിനിധീകരിക്കണം. രണ്ടാമത്തെ ഖണ്ഡികയിൽ ആ വിഷയം ഇന്നത്തെ സമൂഹത്തിലെ ഇന്നത്തെ സമൂഹം എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിൻ്റെ സമകാലിക പ്രസക്തി, അതാണ് കൊടുക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഖണ്ഡികയിൽ അതിൻ്റെ അപ്പൊ ഇങ്ങനെ നിങ്ങൾ എഡിറ്റോറിയൽ എഴുതും, നിങ്ങൾ തന്നെ എഴുതുന്നു. ഈ എഡിറ്റോറിയൽ എന്തിന്റെ എഡിറ്റോറിയലായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്? ഏതെങ്കിലും മാസികയാണോ, പത്രമുണ്ടോ നിങ്ങൾക്ക്? സ്കൂളിലെ 5 പത്രങ്ങൾ വരുത്തുന്നുണ്ട്, അതിൽ നിന്നാണ് ഞങ്ങൾ എഡിറ്റോറിയൽ കളക്ട് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് നീനു മോഹൻ എന്ന് പറയൂ, നിങ്ങളെ സ്കൂളിന് സ്വന്തമായിട്ട് ഒരു പത്രമോ മാസികയോ ഉണ്ടോ? മാസികകൾ തയ്യാറാക്കാറുണ്ട്. കൈയെഴുത്ത് മാസികയായിട്ടാണോ അച്ചടി മാസികയായിട്ടാണോ? കൈയെഴുത്ത് മാസികകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കും. അതിലെ എഡിറ്റോറിയൽ ആരാ എഴുതുക? കൈയെഴുത്ത് മാസിക എഡിറ്റോറിയൽ വേണ്ട അല്ലേ? പത്രത്തിലേ ഉള്ളൂ, മാസികയിലെ എഡിറ്റോറിയൽ വേണ്ട ആണോ? ആകാമോ? അത് പോട്ടെ, സാരമില്ല. PTA പ്രസിഡന്റ്, എങ്ങനെയാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? മികച്ച രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളാണത് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം. ചാലക്കുടി പ്രദേശത്തെ ഏറ്റവും നന്നായി പഠനം
പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളാണ്. പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതി വളരെ ഫലപ്രദമായി നടക്കുന്നു എന്നുള്ളതാണ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ എനിക്ക് ഏറ്റവും അതിനകത്ത് എടുത്തു പറയാൻ തോന്നുന്ന കാര്യം പീഡനങ്ങളില്ലാതെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. പീഡനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായും മാനസികമായും ഹോംവർക്കിന്റെ രീതിയിലും ഉള്ള പീഡനങ്ങളില്ല. വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട വാക്കാണ് പീഡനം. വിദ്യാർത്ഥികളെ ബാലികാ പീഡനങ്ങളില്ല. ഇല്ല, അത് തന്നെ വലിയ കാര്യം. പിന്നെ മികച്ച രീതിയിലുള്ള ഉച്ചഭക്ഷണം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുചിത്വ ബോധം കുട്ടികൾക്ക് നന്നായി നടക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തനത്തിലൂടെയുള്ള പഠനം നന്നായി നടക്കുന്ന ഒരു വിദ്യാലയം. ഏത് വിഷയം എടുക്കുന്ന അധ്യാപകനാണ് നിങ്ങളെ തല്ലാറുള്ളത്? അത്ര തല്ലാറൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ചാൽ മാത്രമല്ലേ തല്ലണുള്ളൂ. തല്ലാറുള്ളൂ അല്ലേ? നന്നായിട്ട് തല്ലോ? ചൂരലുണ്ടോ സ്കൂളിൽ? ഉണ്ട്. ഉണ്ടോ? ഏത് ക്ലാസ്സിലാണ് ചൂരലുള്ളത്? എല്ലാ ക്ലാസ്സിലുണ്ട്. എല്ലാ ക്ലാസ്സിലും ഉണ്ട്. റോഷ്നി ചന്ദ്രസേനൻ, നിങ്ങൾ അവിടെ കലാഭവൻ മണി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാസ്യ നടൻ അല്ലെങ്കിൽ നടൻ ആരാണ്? എനിക്കിഷ്ടം ജഗദീഷിനെയാണ്. ജഗദീഷിനെയാണ്. പിന്നെ നീഷ്മക്ക് ആരെയാണ് ഇഷ്ടം? സുരാജ് വെഞ്ഞാറമൂട്. നീനുവിനോ? സുരാജ് വെഞ്ഞാറമൂട്. ഓഹോ, സുരാജ് വെഞ്ഞാറമൂടിനെയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടം. ആ നായകന്മാരുടെ കൂട്ടത്തിൽ ആരെയാ ഇഷ്ടം? കലാഭവൻ മണി. കലാഭവൻ മണിനെയാണ് ഏറ്റവും ഇഷ്ടം. മമ്മൂട്ടിയേക്കാളൊക്കെ ഇഷ്ടമാണോ? മോഹൻലാലിനേക്കാളൊക്കെ ഇഷ്ടമാണോ? ഞങ്ങളിത് ചോദിക്കുന്നത് നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ അഭിരുചി, താല്പര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് പറയാം ആരായാലും. എല്ലാം അനുഗ്രഹീതരായ നടന്മാർ തന്നെയാണ്, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതിൽ നിന്ന് കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സൗകര്യം നൽകും. അതുകൊണ്ട് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. നീനു ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ടോയ്ലറ്റും വേറെ ടോയ്ലറ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞേ. പെൺകുട്ടികളെന്ന പ്രത്യേക പരിഗണന കണക്കിലെടുത്ത് SS ഞങ്ങൾക്കൊരു ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് അനുവദിച്ചത്. എന്താണെന്ന് വിവരിക്കും. എന്താ ഈ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ്? അവിടെ എന്താ ഉള്ളത്? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ടോയ്ലറ്റിൽ പോയില്ലേ, ആ ടോയ്ലറ്റ് നിങ്ങളുടെ ടോയ്ലറ്റുമായിട്ട് വ്യത്യാസം? അതായത് പെൺകുട്ടികൾ പീരീഡ്സ് ആവണ ആ സമയത്തേക്ക് ഡസ്റ്റ്ബിൻ ഉണ്ടോ? അത് നിക്ഷേപിക്കാൻ ഒരു പ്രത്യേക ഒരു കുഴല് വഴി അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. അത് വളരെ നല്ലതാണല്ലോ. അതാണ് ഇപ്പം ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ്. വളരെ നല്ലതാണ്. അപ്പം നിങ്ങളുടെ ടോയ്ലറ്റ് വൃത്തികേടാകാതിരിക്കും അല്ലേ? അപ്പോൾ ഈ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാൻ, പീരീഡ് സമയത്തെ പറ്റിയൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടോ? പറഞ്ഞുതരാറുണ്ട്. കൗൺസിലിംഗ് സെന്ററിൽ പോയാ ഉണ്ടോ? പറഞ്ഞുതരും. അപ്പം നിങ്ങളുടെ ഈ കൗൺസിലിംഗ് റൂം എന്ന് പറഞ്ഞ് കാണിച്ച ഒരു പ്രത്യേക റൂമുണ്ടോ? അപ്പൊ അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം? എപ്പോഴാണത്? എല്ലാ പ്രാവശ്യം എന്നും പ്രവർത്തിക്കുന്നുണ്ട്. എന്നും പ്രവർത്തിക്കുന്നു. ഒരു അധ്യാപിക ഉണ്ടോ? കൗൺസിലർ വേറെ ഉണ്ടോ? കൗൺസിലർ ഉണ്ട്, വേറെ ഉണ്ട്. കമ്പ്യൂട്ടറിൽ പഠന സംബന്ധമായ ഒന്നും ചെയ്യാറില്ലേ നിങ്ങൾ? ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കൊരു IT അധ്യാപകനുണ്ടോ? ഉണ്ടോ? അദ്ദേഹം എപ്പോഴേലും പറഞ്ഞു തന്നിട്ടുണ്ടോ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്താണ് എന്ന്? കേട്ടിട്ടില്ല അല്ലേ? അപ്പം ഇനിയും പോകുമ്പോൾ ചോദിക്കണം. നമ്മുടെ സംസ്ഥാനം അതിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം ആയതുകൊണ്ട് നിങ്ങളുടെ IT അധ്യാപകനോട് ചോദിച്ചത് മനസ്സിലാക്കണം. ജലജന്യ രോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾക്കതിന് ക്ലാസ് എടുത്തില്ലേ? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. ചാലക്കുടി പുഴയിലൂടെ അങ്ങനെ എന്തെങ്കിലും ജലജന്യ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ജലജന്യ രോഗങ്ങൾ മഴക്കാലമാകുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു പട്ടണത്തിന് നടുക്കാണ് സ്കൂള്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെതായ ഒരു അസ്വസ്ഥതകളും എല്ലാം ഉണ്ട്. ശരി ശരി. നിങ്ങളുടെ സ്കൂളിൽ എല്ലാം കൂടെ എത്ര? 260 കുട്ടികളല്ലേ? 261. പ്രിൻസിപ്പളിനോട് ചോദിക്കും. 261 കുട്ടികൾ, 11 അധ്യാപകരും. 11 അധ്യാപകർ. ശരിക്കും പറഞ്ഞ ഒരു 20 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ അല്ലേ? അപ്പോൾ വളരെ നല്ലൊരു ഒരു സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ ഇല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് മെച്ചപ്പെടുത്താൻ പറ്റും. കഴിഞ്ഞ പരീക്ഷയിൽ 53 കുട്ടികൾ പരീക്ഷ എഴുതിയിൽ 2 പേര് മാത്രമേ തോറ്റുള്ളൂ. ഒരു വിഷയത്തിന്, ഫിസിക്സിന് മാത്രമേ തോറ്റുള്ളൂ. സ്റ്റേ എഴുതിയപ്പോൾ ഫുള്ളായിരുന്നു. 3 A+ ഉണ്ട്. അതിന് മുമ്പത്തെ വർഷം തന്നെ 2 കുട്ടികളാണ് തോറ്റത്. ഇപ്പോൾ ഇതിലൊരു വളരെ ഇതായിട്ട് കണ്ട നമ്മൾ ഈ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം നോക്കിയപ്പോൾ 2010
9, 10 5ാം ക്ലാസ്സിൽ 20 കുട്ടികളാണ് കയറി. അതിന് മുമ്പത്തെ വർഷം 32 കുട്ടികളുണ്ടായിരുന്നു. അതെന്ത് ഇങ്ങനെ ഈ നമ്പർ കുറയാൻ കാരണം എന്താ? അത് പ്രത്യേകമായിട്ട് CBSE സിലബസിലേക്കുള്ളൊരു ഒഴുക്കുണ്ട്. 4 സ്കൂളുകൾ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ വിദ്യാലയം പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ വളരെ ഭംഗിയിലൂടെ കൊടുത്തിട്ടുണ്ടല്ലോ മണ്ണിര കമ്പോസിറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാളുടെ ഇവിടെ? ശുചിത്വ ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണ് തിന്നുന്ന മണ്ണിരയാണ് ഈ മണ്ണിര കമ്പോസ്റ്റിൽ ഉപയോഗിക്കുന്നത്. 1.5 അടിയോളം അത് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് നിങ്ങളുടെ സ്കൂളിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാക്കിയ വളം നിങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ജൈവമാലിന്യം അജൈവ മാലിന്യം നിക്ഷേപിക്കാൻ പ്രത്യേക ബാസ്ക്കറ്റുകളുണ്ട്. അതിലെ ജൈവ മാലിന്യങ്ങൾ ഞങ്ങൾ ഈ മണ്ണിര കമ്പോസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഈ മണ്ണിര കമ്പോസ്റ്റിലൂടെ ലഭിക്കുന്ന വെർമി വാഷ് ഞങ്ങൾ പച്ചക്കറി കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നു. സ്കൂൾ ക്യാമ്പസിൽ പച്ചക്കറി കൃഷി ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഗ്രേഡ് ചോദിക്കാം. ചാലക്കുടി ഗേൾസ് ഹൈസ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ 72.4 ഔട്ട് ഓഫ് 100.